Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. പുതുവർഷത്തിലെങ്കിലും യാഥാർത്ഥ്യമാകുമോ അങ്കമാലി പീച്ചാനിക്കാട് റെയിൽവേ അടിപ്പാത? പരസ്പരം പഴിചാരി രാഷ്ട്രീയ കക്ഷികൾ, കൈമലർത്തി ജനപ്രതിനിധികൾ. അടിപ്പാത ഇങ്ങനെയൊരു അടിയാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല പ്രദേശവാസികളും യാത്രക്കാരും. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ എന്നൊരു പ്രശസ്തമായ സിനിമാ ഗാനമുണ്ട്. 1984 പുറത്തിറങ്ങിയ ഒരു പൈങ്കിളി കഥ എന്ന ബാലചന്ദ്രമേനോൻ സിനിമയിലേതാണ് ഈ ഗാനം. ഈ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ അങ്കമാലി മങ്ങാട്ടുകര പീച്ചാനിക്കാട് നിവാസികളും ഇതുവഴി കടന്നുപോകുന്ന ആയിരക്കണക്കിന് യാത്രക്കാരും. പതിറ്റാണ്ടുകളായി ഇവർ അനുഭവിച്ചു വന്നിരുന്ന ദുരിതമായിരുന്നു അങ്കമാലി പീച്ചാനിക്കാട് റെയിൽവേ ഗേറ്റ്. അടിപ്പാത എന്ന ആശയം റെയിൽവേ മുന്നോട്ട് വച്ചപ്പോൾ പൊതുജനത്തിന്റെ മനസ്സിൽ ലഡുപൊട്ടി. 2023 ഒക്ടോബറിൽ റെയിൽവേ ഗേറ്റ് അടച്ചിട്ട് അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിച്ചു. ഒരു വർഷം കൊണ്ട് പണി പൂർത്തീകരിച്ച് പാത പൂർണ്ണ സഞ്ചാരത്തിന് തുറന്നു നൽകുമെന്ന പ്രഖ്യാപനവുമുണ്ടായി. 2024 നവംബർ ആകുമ്പോൾ അടിപ്പാതയിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് സ്വപ്നം കണ്ടാണ് പിന്നീടുള്ള രാത്രികളിൽ നാട്ടുകാർ ഉറങ്ങാറുള്ളത്. എന്നാൽ സമയപരിധി കഴിഞ്ഞ് 4 മാസമാകുമ്പോൾ അടിപ്പാതയിലൂടെ പോകുന്ന വാഹനയാത്രികർ നെഞ്ചടിച്ച് വീഴുന്ന സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് ഇവർ. കഴിഞ്ഞ ഫെബ്രുവരി 26 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി അടിപ്പാതയുടെ അഡ്വാൻസ്ഡ് ഉദ്ഘാടനം നടത്തി. കുഞ്ഞു ജനിക്കും മുൻപേ നടന്ന ആ പേരിടിയിൽ ചടങ്ങിൽ നഗരസഭാ ഭരണസമിതിയും പങ്കെടുത്തു. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷമാകുമ്പോൾ ഇവരെയൊന്നും ഇതുവഴി കാണുന്നതേയില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വീട്ടിലെത്താൻ വേറെ വഴിയില്ലാത്തതിനാൽ ഇവിടത്തുകാരായ ചില കൗൺസിലർമാർ കുഴിയിലും മെറ്റലിലും ചാടിച്ചാടി കാലുകുത്തി ഇരുചക്രവാഹനത്തിൽ ഇതിലെ കടന്നുപോകുന്നുണ്ട്. 2 ആഴ്ച കൊണ്ട് ടാറിംഗ് എന്ന് പ്രഖ്യാപിച്ച ശേഷം മുങ്ങിയ കരാറുകാരനെ കാണാതായിട്ട് 4 മാസത്തോളമായി. ഈ വഴിയിലൊന്നും വഴിവിളക്കുകളില്ല. സന്ധ്യ കഴിഞ്ഞ് ഇരുൾ പരന്നാൽ പിന്നെ ഇതുവഴി കടന്നുപോകുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഇരുചക്രവാഹന യാത്രികർ പ്രകാശം കൂടിയ ഹെഡ്ലൈറ്റ് ഘടിപ്പിക്കണം. കാൽനടക്കാർ ടോർച്ച് തെളിയിച്ചോ അല്ലെങ്കിൽ ബീഡിയോ സിഗരറ്റോ കത്തിച്ചു പിടിച്ചെങ്കിലും വേണം ഇതുവഴി കടന്നുപോകാൻ. തുരങ്കപാത പണി തുടങ്ങി 1 വർഷവും 4 മാസവും പിന്നിടുമ്പോൾ 2023 ഒക്ടോബറിന് മുൻപ് റെയിൽവേ ഗേറ്റ് കടന്ന് നടത്തിയ സുഖയാത്രയെ ഓർത്ത് കണ്ണീർ പൊഴിക്കുകയാണ് നാട്ടുകാരും യാത്രക്കാരും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.